വരുണുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രം പോരാ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ വലിച്ചെറിയുന്നത് കണിമംഗലത്തെ മരുമകൾ എന്ന പദവിയാ. അതിന് തുല്യമായ നഷ്ടപരിഹാരം എനിക്ക് കിട്ടിയേ പറ്റൂ. എത്രയാ പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുള്ള രീതികൾ വെച്ച് ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ കാണാൻ വരാൻ പാടില്ലാത്തതാ. പക്ഷേ ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനുള്ളതുകൊണ്ടാ കാണാൻ വന്നത്. എന്താ? ഞാൻ അന്വേഷിച്ചറിഞ്ഞ നിലയ്ക്ക് നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പോലും അഡ്വക്കേറ്റുമാരാരും തയ്യാറല്ല. സോ രണ്ടുപേരും കാലം കുറെ ഇവിടെ കിടക്കേണ്ടി വരും. ഞങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ ആരതിവർമ്മ പറയുന്നൊക്കെ ഞങ്ങൾ അനുസരിക്കാം. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്തു തരേണ്ടി വരും. വക്കീല് പറഞ്ഞോ, ഞങ്ങൾ ചെയ്യാം. വരുണുമായിട്ടുള്ള വിവാഹബന്ധം പ്രിയങ്ക നിയമപരമായിട്ട് വേർപെടുത്തണം. ഇതാണ് ഡിമാൻഡ്. അത് നടക്കില്ല. നിങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോഴേ മനസ്സിലായി എന്തോ ചതിയുണ്ടെന്ന്. അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് അവളെയും വരുണിനെ ഒരുമിച്ച് ജീവിപ്പിക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. ഓക്കെ, ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് കിടന്ന് നരകിക്കാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അകപ്പെട്ടിരിക്കുന്നത് മയക്കുമരുന്ന് കേസിനാ. ശിക്ഷയുടെ കാലാവധി 10 വർഷമാണോ 12 വർഷമാണോ എന്ന് കോടതി തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും 10 കുറയില്ല. നിയമം അറിയാവുന്ന എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ പോന്നു. അതെ, വക്കീലൊന്ന് നിൽക്ക്. മോളെ, നീ ഇങ്ങോട്ട് വന്നേ. വാ. മാഡം, എന്താ? ഞങ്ങളുടെ ഡിമാൻഡ് പറയാം. വരുണുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രം പോരാ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ വലിച്ചെറിയുന്നത് കണിമംഗലത്തെ മരുമകൾ എന്ന പദവിയാ. അതിന് തുല്യമായ നഷ്ടപരിഹാരം എനിക്ക് കിട്ടിയേ പറ്റൂ. എത്രയാ പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? $25 കോടി. വാട്ട്? 25 crores? അതെ, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ജയിലിൽ തന്നെ കിടന്നോളാം. എന്റെ വക്കീലേ, കണിമംഗലത്തുകാരെ സംബന്ധിച്ചിടത്തോളം 25 കോടി രൂപയെന്ന് പറയുന്നതേ വെറും നിസ്സാര കാര്യമല്ലേ. വക്കീൽ അത് നടത്താൻ നോക്ക്, ഇവള് സമ്മതിക്കും. തുകയുടെ കാര്യത്തിൽ എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ വരുണുമായിട്ടൊന്ന് സംസാരിക്കാം. അതിനുശേഷം വീണ്ടും വരാം. ഓക്കെ? ഇവിടുന്ന് പുറത്തിറങ്ങി 25 കോടിയും കയ്യിൽ കിട്ടിയ അവനും അവളും ജീവിക്കാതിരിക്കാനുള്ള മാർഗങ്ങളെ നമ്മൾ വേറെ വഴിക്ക് നോക്കാടി മോളെ. നോക്കാം മുത്തശ്ശി. അവര് സംസാരിച്ചിട്ട് തിരിച്ചു വരട്ടെ.
അമ്മ എന്തു പറ്റി? അത് അല്ല, ഇത്രയും കാലം ഇങ്ങനെയായിരുന്നു കുളിച്ചു വന്നോണ്ടിരുന്നത്? അതുകൂടാതെ ഒരു കറുത്ത വേഷവും അല്ലേ? എപ്പോഴുള്ള സുഖമില്ലായ്മയ്ക്ക് ഇതായിരിക്കും കാരണം. മതി മോളെ. ഇതെന്തെങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്ന? അത് കുഴപ്പമില്ല. ആഹാ, എന്നാ എനിക്ക് കുഴപ്പമുണ്ട്. അതെ, തോന്നുന്ന നേരത്തെ ആ ഷവറിന്റെ ചോട്ട് ചെന്ന് നിന്നാലേ ഇങ്ങനെയൊക്കെയാ സംഭവിക്ക. കുളിക്കാനായാലും കഴിക്കാനായാലും ഒരു കൃത്യനിഷ്ഠയൊക്കെ വേണം. ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും പട്ടിണി ഇരിക്കുന്നത്. ഇനി അതൊന്നും പറ്റില്ല. ഞാൻ ഭക്ഷണം എടുത്തു തന്നാൽ കൃത്യമായിട്ട് കഴിച്ചോണം, കേട്ടല്ലോ? പിന്നെ നേരത്തെ കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് വേറെ ആരും ഇല്ല, കേട്ടല്ലോ? എടുത്തി ഇത് കണ്ടോ? എന്റെ കെയർ മുഴുവൻ ഒരാൾ ഏറ്റെടുത്തിരിക്കുക. എനിക്കിപ്പോ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. എടുത്തി ഒന്ന് സൂക്ഷിച്ചോ. ആ, അക്കാര്യത്തിൽ അവിടെ ഒരു വിരോധമുണ്ട്. എന്റെ അമ്മ വാശി പിടിച്ച് കഴിക്കാതെ കിടക്കുമ്പോ നിർബന്ധിച്ച് കഴിപ്പിക്കണ്ട. കൂടെ ഇരുന്ന് കരയാണോ വേണ്ടത്? അയ്യടാ, ഇപ്പൊ എന്റെ കുറ്റായോ? കുറ്റം പറഞ്ഞൊന്നല്ല. എനിക്കിപ്പോ സത്യം പറഞ്ഞ എന്റെ അമ്മ എങ്ങനെ സ്നേഹിക്കണം തന്നെ അറിയില്ല. ശരിക്കണ്ട, ഇവിടുന്ന് അങ്ങോട്ടേ ഞാൻ അമ്മയെ അമ്മ മോളുവാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിലേ നല്ല പെട വെച്ചായിരുന്നു ഞാൻ. എന്നുവെച്ചാ എന്നെ തല്ലാൻ പോവാന്ന്. കൈ വച്ചാണോ ഇനി വടിയെടുത്തിട്ടാണോ? അത് ആ, എണീറ്റ്. മോളെ മോളെ വേണ്ട, നിർത്തോ. മോളെ വേണ്ട മോളെ. മോളെ മതി മോളെ. മോളെ